ഇത്തരത്തിലുള്ള ഒരു സമൂഹത്തിൽ, ഒരു പരിഷ്കൃത സമൂഹത്തിന് അങ്ങേയറ്റം ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തി ചെയ്ത ക്രിമിനൽ സംഘങ്ങളെ എത്ര മാന്യമായിട്ടാണ് ഒരു ഭരണകക്ഷിയുടെ നേതാവ് വന്നിവിടെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഈ സംഭവം എന്ന് പറയുന്നതിന് സ്ഥലത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ പരിചയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ചെറ്റക്കണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പൊയിലൂർ വിളക്കോട്ടൂർ റോഡിലേക്ക് പോകുന്ന പാർട്ടി ഗ്രാമമായ ഈസ്റ്റ് ചെറ്റക്കണ്ടി അഥവാ തെക്കുമുറി എന്ന് പറയുന്ന സ്ഥലത്ത് പട്ടാപ്പകൽ നടന്നിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണ കേന്ദ്രം അല്ലെങ്കിൽ സ്ഫോടനമാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വനിത, ഒരു CPIM-ന്റെ പ്രാദേശിക നേതാവായിട്ടുള്ള വനിത കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണമാണിത്. അത് എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തിന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പട്ടാപ്പകൽ അവിടേക്ക് പോലീസ് സംവിധാനം ബോംബ് സ്ഫോടനം ഉണ്ടായ സ്ഥലത്തേക്ക് വരുമ്പോൾ വനിതകളുടെ നേതൃത്വത്തിൽ പോലീസിനെ തടഞ്ഞ് 15 മിനിറ്റ് കൊണ്ട് അവിടെയുള്ള തെളിവുകൾ നശിപ്പിച്ചതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവം നടന്നിട്ടുള്ളത് 2016 ജൂൺ മാസം 6-നാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2016. മാധുവിന് തെറ്റാണെങ്കിൽ അത് തിരുത്താം. അദ്ദേഹം എന്ത് സംഘർഷാവസ്ഥയാണ് പാനൂർ, വിളക്കോട്ടൂർ, പൊയിലൂർ മേഖലയിൽ 2016 ഒന്ന് വ്യക്തമാക്കിയാൽ നന്ന്. വളരെ സമാധാനപരമായി നിലകൊള്ളുന്ന ഒരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ബോംബ് നിർമ്മാണം നടത്തി അതിൽ CPIM-ന്റെ പ്രാദേശിക നേതാക്കളടക്കം പ്രതികളായി ആ പ്രദേശത്ത് അസ്വസ്ഥതയുണ്ടാക്കുക, കലാപമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു. അന്ന് CPIM-ന്റെ ബഹുമാന്യനായിട്ടുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പാർട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ല. എന്തായാലും അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ സമ്മതം കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥലത്ത് പാർട്ടിയുടെ ആ പ്രദേശത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവർ പണപ്പിരിവ് നടത്തി 22-ാം തീയതി ഈ ചെറ്റക്കണ്ടി വിളക്കോട്ടൂർ റോഡിൽ ഈ സ്മാരകം പണിയാൻ പോവുക, തെക്കുമുറി. എന്നിട്ട് ഒരു ലജ്ജയും ഇല്ലാതെ ഇവിടെ വന്നിട്ട് ന്യായീകരിക്കുന്നു. RSS ആണ്, ഞങ്ങൾ നിഷേധിക്കുന്നൊന്നുമില്ല. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ സംഘർഷമുണ്ടായ സ്ഥലമാണ്. പക്ഷേ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് കണ്ണൂർ രാഷ്ട്രീയ സംഘർഷത്തെക്കുറിച്ച് പറയുമ്പോൾ CPM പ്രതിഭാഗത്തില്ലാത്ത ഏതെങ്കിലും ഒരു അക്രമം കണ്ണൂരിൽ നടന്നിട്ടുണ്ടോ? CPM ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രതിയോഗികളെ കിട്ടിയിട്ടില്ലെങ്കിൽ സ്വന്തം മുന്നണിയിലുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുള്ള ചരിത്രമല്ലേ? 70 വയസ്സുള്ള അമ്മയെ കൊലപ്പെടുത്തിയിട്ടുള്ള മണ്ണല്ലേ? മിണ്ടാപ്രാണികളെ കൊലപ്പെടുത്തിയിട്ടുള്ള മണ്ണല്ലേ? ഈ മണ്ണിലെ രാഷ്ട്രീയം പറയുമ്പോൾ മാധു, ഇവരെ ഒരു സ്ഥിരം പരിപാടി പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ടവർ രക്തസാക്ഷികളല്ലാതെ മറ്റാര് എന്നാണ് ഇന്ന് കണ്ണൂരിൽ നിന്നുള്ള സഖാക്കൾ ഫേസ്ബുക്കിൽ എഴുതുന്ന വിശദീകരണം എന്ന് പറയുന്നത്. അതിൽ അനൂപ് ചോക്ലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനത്തിന്റെ ശ്രീ പ്രകാശ് ബാബു. ഒരു നിമിഷം ശ്രീ പ്രകാശ് ബാബു, മറ്റൊന്ന്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ ഞാൻ മുഹമ്മദ് അഫ്സലിന് വായിച്ചു കൊടുത്തൊരു വലിയ പട്ടികയുണ്ട്. അതിലെല്ലാം RSS ക്രിമിനലുകൾ, RSS-ന്റെ ഗുണ്ടകൾ, RSS-ന്റെ പ്രവർത്തകർ, വെട്ടിക്കൊലപ്പെടുത്തിയവർ, കുത്തിക്കൊലപ്പെടുത്തിയവർ, ചവിട്ടിക്കൊലപ്പെടുത്തിയവർ എന്ന് പറയുന്ന ഒരു വലിയ രക്തസാക്ഷി പട്ടികയാണ്. അപ്പോൾ ഒരു വശത്ത് CPM ഉണ്ടെങ്കിൽ ഒരു വശത്ത് RSS-ഉം BJP-യും ഉണ്ട് അല്ലെ? അല്ല, CPIM കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഏതൊക്കെ ഘട്ടത്തിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ അത് RSS-നെ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണല്ലോ. നോക്കൂ മാധു, ഈ സംഭവ സ്ഥലത്ത് നിന്ന് കൃത്യമായി പറഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള സ്ഥലമുണ്ടല്ലോ, കൈവേലിക്കൽ മുളിയന്തോട് എന്ന് പറയുന്ന സ്ഥലം. അവിടെ സ്ഫോടനമുണ്ടായപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു. 4 DYFI-യുടെ യൂണിറ്റ് സെക്രട്ടറിമാർ, കുന്നോത്തുപറമ്പ്, മീത്തലെ കുന്നോത്തുപറമ്പ് ഉൾപ്പെടെയുള്ള 4 DYFI-യുടെ യൂണിറ്റ് സെക്രട്ടറിമാർ പ്രതിയായി. എന്നിട്ട് ഇതേ പാർട്ടിയുടെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താ? രക്ഷാപ്രവർത്തനത്തിന് വന്നവർ, അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒരു സംഭവത്തെ, ഒരു രാഷ്ട്രീയ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടെങ്കിലും അല്പം ബോധം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടേ? ഈ സംഭവ സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഈ പറഞ്ഞ അമൽ ബാബു എന്ന് പറഞ്ഞാൽ CPIM-ന്റെ ഈ റെഡ് വളണ്ടിയർ ക്യാപ്റ്റനാണ് അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ. അവിടെയുള്ള ഈ TP വധക്കേസിലെ പ്രതിയുടെ ക്വാറയിൽ മാനേജ്മെന്റ് പണി ചെയ്യുന്ന DYFI-യുടെ മറ്റൊരു യൂണിറ്റ് സെക്രട്ടറി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ളവർ വന്ന് വിടുക. 4.5 കിലോമീറ്റർ 2 മിനിറ്റ് കൊണ്ട് എത്തുക. ഇത് അതിർത്തിയിൽ മിസൈൽ വെച്ച പോലെ ബോംബ് പൊട്ടുന്ന സ്ഥലത്തേക്ക് നോക്കി ഓടിയെത്താൻ ഇവർ വളരെ വെപ്രാളം കൊള്ളുമല്ലേ? ഇങ്ങനെ ന്യായീകരിച്ച് ഞാൻ ചോദിച്ചോട്ടെ മാധു, ഇപ്പൊ ആരാ പ്രതികള്?
ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് തൊട്ട് പിറ്റേ ദിവസം ആ വീട്ടിൽ പോയി ഈ ബോംബ് സ്ഫോടനത്തില് മരണപ്പെട്ടിട്ടുള്ള ആളുടെ വീട്ടിൽ പോയത് ലോക്കൽ സെക്രട്ടറി പ്രജീഷ. ഈ പ്രജീഷിന്റെ വീട് ഈ ബോംബ് സ്ഫോടനം നടന്നതിന്റെ 3ാമത്തെ വീടാ മാധു. 3ാമത്തെ വീട്. അദ്ദേഹം അവിടെ ഓടിയെത്തിയിട്ടില്ല. 4.5 കിലോമീറ്റർ അപ്പുറമുള്ള ക്രിമിനൽ ഗുണ്ടാ നേതാവ് അമൽ ബാബു ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി. അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ മാധു. കണ്ണൂർ ജില്ലയിൽ ഇവർ കഴിഞ്ഞ കുറെ കാലമായുള്ള സമാധാന പ്രക്രിയക്ക് തുരങ്കം വെക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തി വരികയും അതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള ബോംബ് നിർമ്മാണ സംഘങ്ങളുണ്ട്, ആസൂത്രണം ചെയ്യുന്നവരുണ്ട്, കുറ്റകൃത്യം നടപ്പിലാക്കുന്നവരുണ്ട്. ഇവരെ പാർട്ടി സംരക്ഷിക്കും. ഇവർക്ക് രക്തസാക്ഷി മണ്ഡപം മാത്രമല്ല, ഇവർക്ക് ജയിലിൽ സൗകര്യം ഉണ്ടാകും. ഇവർക്ക് ഇതേപോലെ തന്നെ ഇവരുടെ ജയിലിൽ നിന്ന് വന്നാൽ ഇവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ഇങ്ങനെ പാർട്ടി ഈ ക്രിമിനൽ സംഘങ്ങളെ പോറ്റി വളർത്തി അവരെ സംരക്ഷിച്ച് പാർട്ടി ഗ്രാമങ്ങളിൽ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടി പോലും